ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, ചിക്കൻ ക്രീമി സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ സമൂസയുടെ ലീഫ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. ഈ ഒരു സമയത്ത് സമൂസയുടെ ലീഫ് മിക്ക വീടുകളിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യണത്. സമൂസ ഫോൾഡ് ചെയ്തെടുക്കണ പോലെയല്ല, ഇത് നമ്മൾ സ്ക്വയർ ആയിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കണത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു പാന് ചൂടാക്കി ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പോളം ചെറുതായിട്ട് മുറിച്ചെടുത്ത സവാളയും പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും കൂടെ തന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് വെളുത്തുള്ളി മാത്രമേ ചേർക്കണുള്ളൂ, ഇഞ്ചി ചേർക്കണില്ല. അപ്പോൾ ഇതൊന്ന് ചെറുതായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മളിതിൽ കുരുമുളക് പൊടിയും പിന്നെ ക്രഷ് ചെയ്തെടുത്ത നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ അതും കൂടെയാണ് ചേർക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് ഞാൻ 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് വേവിച്ച് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത ചിക്കനാണ് ചേർക്കുന്നത്. അപ്പോൾ ഒട്ടും കഷ്ണങ്ങൾ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കണം. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കണം. അതിന് വീണ്ടും ഒരു പാന് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി ഇതിനൊരു മൂത്തൊരു മണം വരും, നല്ലൊരു മണം വരും. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമല്ലോ, അതന്നെയാണിത്. വൈറ്റ് സോസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി കൈയടക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ തിള വരുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് വരും. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ചിക്കൻ്റെ മസാല, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നല്ല പോലെ യോജിച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സമൂസയുടെ ലീഫാണ്. അപ്പോൾ സമൂസയുടെ ലീഫ് 2 എണ്ണമാണ് കേട്ടോ വേണ്ടത്. അത് ഇതുപോലെ ക്രോസ് ആയിട്ട് വെക്കുക. ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൈദയുടെ ഒരു മിക്സ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊരു ക്രീമി പരുവത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ തേച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നല്ലൊരു സ്ക്വയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ മടക്കി കൊടുത്താലും കുഴപ്പമില്ല, സ്ക്വയറായിട്ട് കിട്ടിയാൽ മതി. ലാസ്റ്റ് അതിൻ്റെ ആ ഒരു ഇങ്ങനെ തുറന്ന് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ആ മൈദയുടെ മിക്സ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ആ ഒരു സ്ക്വയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ടാണ് കേട്ടോ നമ്മളിതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫില്ലിങ് കിട്ടും. നമുക്ക് കടിക്കുമ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗത്ത് നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കനും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കണ പോലെ തന്നെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആ ഒരു ചിക്കൻ ക്രീമി സ്ക്വയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.